ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമാസുധി. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്ററായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഇങ്ങനെ ഇരുന്നൊന്നും സംസാരിക്കാറില്ല. ഞാൻ നമ്മുടെ അമ്മയും പറമ്പുകളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെയാണ് എൻ്റെ ലോകം. അതിനപ്പുറത്തൊരു വീഡിയോ ഒന്നും ഞാൻ ഇതേവരെ മാറ്റർ ആക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കുണ്ടായ ഈ ഒരു അനുഭവം, അല്ലെങ്കിൽ ഞാൻ കാണാൻ പറ്റിയ ഒരു കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും നിങ്ങളത് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് നമ്മൾ ഇന്ന് പൊക്കോണ്ടിരിക്കുന്ന എങ്ങനെയാണ്, ഏത് ഘട്ടത്തിലൂടെയാണ്, ഏത് അവസ്ഥയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, എവിടെ പോയി നിൽക്കും എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുവാണ്. ഇന്ന് ഞാൻ, അല്ലെങ്കിൽ ഇന്ന് ഒരു അച്ഛൻ, അല്ലെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാൾ എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങൾക്കറിയാം, ഞാൻ കുറെ കാലങ്ങളായിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. എന്ന് ഭാഗ്യവശാൽ നിങ്ങളെ കുടുംബത്തിൽ ഓരോരുത്തർക്കായിട്ട് അവിടെ കയറേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാനൊരു വിഷമഘട്ടമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് ചിത്രീകരിക്കുന്നില്ല. കാരണം എല്ലാ പേരും, ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ ജനറേഷനും മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടത്തിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പൊ എനിവേ, എൻ്റെ അമ്മ ഗ്യാസ്ട്രോ പേഷ്യന്റ് ആണ്. അപ്പൊ അമ്മയ്ക്ക് ജനറൽ സർജറിയിൽ കാണിച്ചിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങണം. അപ്പൊ ഇന്ന് ഞാൻ അമ്മയെ കൊണ്ടുപോയില്ല. കാര്യം അമ്മയ്ക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടറോട് സംസാരിച്ച് അമ്മയുടെ ബ്ലഡ് റിസൾട്ട്സുമായിട്ടൊക്കെ ഞാൻ ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് നേരെ മരുന്ന് വാങ്ങാനായിട്ട് ഫാർമസിയിൽ പോയി. അപ്പൊ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് മെഡിക്കൽ കോളേജിൽ ഒരുപെട്ട എല്ലാവരെയും അറിയാം. നേരത്തെ അറിയായിരുന്നു, പക്ഷെ ഇപ്പം വീഡിയോ ഒക്കെ കണ്ട് കുറേ പേർക്ക് എന്നെ നല്ല പരിചയമുണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് കുറേ പേർക്ക് നമ്മളെ നല്ല പരിചയമായി. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങാനായിട്ട് നമ്മുടെ ഫാർമസിയിൽ പോയി. അവിടെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം, 3 ഡിപ്പാർട്ട്മെന്റിനും, അതായത് 3 ഫ്ലോറിനുമായിട്ട് ഒരൊറ്റ ഫ്ലോറിലാണ് മരുന്ന് കൊടുക്കുന്നത്. പക്ഷെ വെള്ളിയാഴ്ച പൊതുവെ തിരക്ക് കുറവാണ്. ഈവൻ തിരക്ക് ഉണ്ടെങ്കിൽ പോലും അവിടെ കാർഡിയോളജി ഉള്ള ദിവസവും ഒക്കെയാണ് ഇച്ചിരി തിരക്ക് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും നമുക്ക് മരുന്ന് വാങ്ങാൻ ഒരു 3-4 കൗണ്ടർ ഉണ്ട്. നമുക്ക് അവിടെ പോയി നിന്ന് മരുന്ന് വാങ്ങാം. സോ ഞാൻ എപ്പോഴും പോകുന്ന സ്റ്റാഫ് കൗണ്ടർ, അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റാഫ് കൗണ്ടറിൽ പോയി മരുന്ന് വാങ്ങും. അപ്പൊ ലാസ്റ്റ് വട്ടം പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിക്ക് എന്നെ കണ്ട ഉടനെ പറഞ്ഞു, ആ വീഡിയോ കാണാറുണ്ട്, സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചേച്ചി ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ ആ ചേച്ചി ഉണ്ടായിരുന്നില്ല. പകരം വേറെ മാസ്ക് ഇട്ട ഒരു ലേഡി കുനിഞ്ഞിരുന്ന് ഫ്രണ്ടിൽ ഇച്ചിരി അടുക്കതിൽ ബുക്ക് ഇരിപ്പുണ്ട് വിൻഡോയുടെ ഭാഗത്തായിട്ട്. അതിൽ നിന്ന് ഓരോ ബുക്കായിട്ട് എടുത്ത് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരു ചാരിറ്റിയുടെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ചാരിറ്റിയുടെ ഇത് ലീഡ് ചെയ്തിട്ട് ഒരു പേഴ്സൺ വന്ന് എല്ലാവർക്കും മരുന്ന് വാങ്ങുന്നതാണ്. അപ്പൊ ഞാൻ തൊട്ടപ്പുറത്ത്, ഞാൻ ഈ OP ടിക്കറ്റ് ഇങ്ങനെ ജനലിൽ കൂടെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ അവരോട് പറയുവാണ്, ഒന്ന് തന്നേക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഒന്നും നോക്കില്ല. അപ്പൊ ഞാൻ കരുതി ഒരു ബുക്ക് നോക്കുന്ന തിരക്കായിരിക്കും. നമ്മൾ നോർമലി ഒരു മാനേഴ്സ് വേണമല്ലോ. ഒരാൾ ഓൾറെഡി ഒരു OP മരുന്നാണ്, വേറൊന്നുമല്ല. മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ കൂടെ തള്ളിക്കയറുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് അനക്കങ്ങളൊന്നുമില്ല. അടുത്ത ബുക്ക് എടുക്കുന്നില്ലെങ്കിൽ ഇതൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മരുന്നൊന്ന് തരാവോ ഒന്ന് ചോദിച്ചപ്പോ പറയുവാണ് അപ്പുറത്ത് പോവാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്നപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഇത്രയും സമയം ഞാൻ ചോദിച്ചില്ലേ മരുന്ന് തരാവോ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ അപ്പുറത്തെ കൗണ്ടറിൽ പോയി. അവിടെ തിരക്കുറവായിരുന്നു, ആരും ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോണ്ട് അവിടെയുള്ളവർ തിരക്ക് കുറവാണെങ്കിൽ പോലും കുനിഞ്ഞിരുന്ന് ഏതോ ലാസ്റ്റ് കൊടുത്ത പേഷ്യന്റിന്റെ ബുക്ക് നോക്കി മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. മുഖത്ത് നോക്കുന്നില്ല ഇവരാരും. അപ്പൊ ഞാനിങ്ങനെ OP കൊടുക്കുന്നു. OP കൊടുത്തപ്പോഴത്തേക്കും മുഖത്ത് പോലും നോക്കാതെ OP ഇങ്ങനെ കുനിഞ്ഞിരുന്ന് OP ഇങ്ങനെ വാങ്ങുന്നു. എന്നിട്ട് അതിന് OP ടിക്കറ്റ് ആണേ, അതിൽ മരുന്നുകൾ നോക്കി മരുന്ന് എടുക്കുന്നു. അപ്പൊ ഉണ്ട് ഞാൻ ഈ എടുക്കാൻ അവർ സമയം എടുക്കും. ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിന്ന പോലെ തന്നെ, ഞാൻ നിന്ന ആ സമയത്ത് തന്നെ ഞാൻ നിന്ന അതേ സ്റ്റാൻഡിൽ തന്നെ ഒരു മാമൻ, ഒരു അച്ഛൻ വന്ന് ഈ OP ടിക്കറ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഇവർ മൈൻഡ് പോലും ചെയ്യണില്ല. ഞാൻ ഒരു 10-20 മിനിറ്റോളം ഒന്ന് മനസ്സിലാക്കണം എത്ര സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യണമെന്ന്. കുറച്ച് സമയം നിന്നപ്പോൾ ഈ മാമൻ ചോദിക്കുന്നു, ഇത് ഒന്ന് മരുന്ന് തരുമോ, നിങ്ങളിങ്ങനെ ബുക്ക് എടുത്തോണ്ടിരുന്ന ഈ മരുന്നും കൂടെ ഒന്ന് താന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത്, ഇവിടെ ബുക്കേ എടുക്കുള്ളൂ, മരുന്ന് അപ്പുറത്ത് കൊടുക്കാൻ. ഇത്രയും സമയം 2-3 തവണ ആ മാമൻ മരുന്ന് തരുമെന്ന് ചോദിച്ചു. എന്തൊക്കെയോ മാമൻ ചോദിച്ചു. മുഖത്ത് നോക്കിയിട്ടില്ല, കേട്ട ഭാവവും ഇല്ല. എന്നിട്ടാണ് പറഞ്ഞത് അപ്പുറത്ത്. അപ്പൊ ഈ മാമൻ പറഞ്ഞു, ഇത്ര നേരം നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കുകയല്ലായിരുന്നു, നിങ്ങൾ എന്ത് പറയാത്തെന്ന് ചോദിച്ചു. അപ്പൊ അവർ കേട്ട ഭാവം ഇല്ല. അപ്പൊ വീണ്ടും മാമൻ ദേഷ്യപ്പെട്ട്, വായിൽ പഴം ഇരുന്നോ, വായിൽ പഴം തിരി വെച്ചിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടപ്പോ അവിടെ കൂടെ നിന്ന് ആൾക്കാർ പറഞ്ഞു, പോട്ട് മാമ പോട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, അല്ലെ അതൊരു മര്യാദയില്ല, കറക്റ്റാണ് മാമൻ ചോദിച്ചത്, ഇവർക്ക് മുഖത്ത് നോക്കി ഒന്ന് സംസാരിച്ചു കൂടെ എന്ന് ചോദിച്ചു. അവര് കേട്ട ഭാവമില്ല. അപ്പൊ എന്റെ മരുന്ന് എടുത്തിട്ട് അമ്മയുടെ പേര് വിളിക്കുന്നു. മരുന്ന് തരുന്നപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ OP ടിക്കറ്റ് വാങ്ങുന്ന സമയത്തൊന്ന് മനുഷ്യന്റെ മുഖത്തും കൂടി നോക്കുക. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളും മനുഷ്യരാണ്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു എന്ന് കരുതി ഗതിയില്ലാത്തവരാണെന്നൊരു വിചാരണ ഉണ്ടാവരുത്. ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുക. അവരങ്ങ് എഴുതിയും കൊടുക്കണം. എഴുതിയാനും വായിക്കാനും അറിയാത്തവർ എന്ത് ചെയ്യും?
അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് ഒന്നും പറയണില്ല, അങ്ങ് മരുന്നങ്ങ് കൊടുക്കുവാണ്. എന്നിട്ട് അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് നോക്കിയപ്പോൾ അവിടുത്തെ ഒരു മെൻ സ്റ്റാഫ് വന്നപ്പോ ഇവര് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ചിരി. അപ്പൊ അവർക്ക് ചിരിക്കാൻ അറിയാം. ചിരിച്ച് ആ മെൻ സ്റ്റാഫുമായിട്ട്, ഇത് എല്ലാ ലേഡീസാണ്, മെൻ സ്റ്റാഫോട്ട് കുറെ എന്തൊക്കെ തമാശ പറയുന്നു, ചിരിക്കുന്നു, നല്ല പ്ലസന്റ് ആയിട്ട് ചിരിക്കുന്നു, നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്ന് ഇരിപ്പുണ്ട്. പക്ഷെ മനുഷ്യന്റെ മുഖത്തും നോക്കൂല, ചിരിക്കത്തുമില്ല. മരുന്ന് ഇങ്ങനെ എഴുതുന്നു, ഇങ്ങനെ അങ്ങ് വെക്കുന്നു, അടുത്ത OP ടിക്കറ്റ് വാങ്ങുന്നു, കൊടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വിഷമായത് മെഡിക്കൽ കോളേജ് തന്നെയാണ്, തിരക്കുള്ള ആശുപത്രി തന്നെയാണ്, നമുക്ക് ഊഹിക്കാൻ പറ്റും അവർക്ക് നല്ല തിരക്കുണ്ട്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് 3 സെക്ഷനും കൂടി ഒരു OP ഫാർമസിയാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അറ്റ്ലീസ്റ്റ് മുഖത്ത് നോക്കി മാമ ഇവിടെയല്ല അവിടെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചോണ്ട് അവിടെ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവരെന്തോ നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തോ പിടിച്ചു വാങ്ങാൻ നിൽക്കുന്ന ഒരു ഭാവത്തോടെ മുഖത്തോലും നോക്കാണ്ട് എന്തോ അഹങ്കാരത്തോടെയാണ് അവരവിടെ മരുന്ന് കൊടുക്കാനിരിക്കുന്നതെന്ന് അറിയാം. അതൊന്ന് കാണണം. എനിക്കറിയാം ആർക്കെങ്കിലും ഒക്കെ അനുഭവങ്ങളുണ്ടാവും, അനുഭവങ്ങളില്ലാതെ ആരും ഇരിക്കത്തില്ല, അനുഭവങ്ങൾ ഉണ്ടാവും. ഈ ഇത്രയും സമയം ക്യൂ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മാമൻ അവിടെ അരമണിക്കൂർ ക്യൂ നിന്ന്, ഞാൻ അരമണിക്കൂർ ക്യൂ നിന്ന്, ഇവർക്ക് വാ തുറന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ അല്ല കേട്ടോ അപ്പുറത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷം വന്നൊരു മരുന്ന് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുവാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും OP കൗണ്ടറിൽ ക്യൂ നിന്നുകൊണ്ട്, OP കൗണ്ടറിലാണ് കേട്ടോ. അതായത് ഇപ്പൊ OP കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നിടത്ത് അവര് ബുക്കിന് ഒരു സെക്ഷൻ, അതൊരു സെക്ഷൻ, ഇത് സെക്ഷനൊക്കെ ആക്കി എന്ന് പറയുന്നു. ഒന്ന് വാ തുറന്ന് പറയാം, അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെക്കാം. ഇതൊന്നും അവര് ചെയ്യുന്നില്ല. എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഈ മാമൻ ഇത്രയും പറഞ്ഞിട്ട് അവർ കേട്ട ആ മാമൻ എന്താ പറയാ വായിൽ പഴംതിരി വെച്ചിട്ട് കേട്ട ഭാവം കാണിച്ചില്ല. ഞാൻ അവിടെ ഇരുന്നും കൊണ്ട് ഇത്രയും പറഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ നിങ്ങളൊന്ന് മുഖത്ത് നോക്കണമെന്നുണ്ട് അവർ കേട്ട ഭാവം. നിങ്ങൾ എന്തോ പറഞ്ഞോ, നമ്മൾ ഇവിടെ നിങ്ങൾ പട്ടി കുറച്ചിട്ട് പോകും, ഞങ്ങൾ ഇവിടെ കേൾക്കാത്ത മട്ടിൽ ഇരിക്കും എന്നുള്ള ഭാവത്തിൽ അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റാണ്, ജോലി ചെയ്യണം, കറക്റ്റ് കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. ഇത് ആരുടെ പിടിപ്പേടാണ്? ആരാണ് ഇവർക്ക് ഇതിന് ഇങ്ങനെ ഒരു റൈറ്റ്സ് കൊടുത്തത്? അതായത് ഒരു മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അത് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ഇവർക്ക് ആരാണ് കൊടുത്തത്? ഇവൻ നമ്മളിപ്പോ ഒരു പരാതി, ഇപ്പൊ നമ്മൾ ഇവരോട് എന്തെങ്കിലും ഉടക്കിയിട്ട് നമ്മൾ പറയണ മേലധികാരികളോട് പറയും എന്ന് പറഞ്ഞാൽ അവർ പറയണ നിങ്ങൾ പോയി പറ, ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പോയി ചെയ്യാൻ പറ്റുന്ന ചെയ്യ് എന്നുള്ള ഒരു ടോണായി. ഇപ്പൊ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ധാഷ്ടമായി. ഈവൻ എന്റെ അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എന്റെ അമ്മ ആശുപത്രി കിടന്നപ്പോൾ ഞങ്ങളുടെ സ്റ്റേജ് എങ്ങനെയാന്നുള്ളത്. ചേട്ടൻ ആശുപത്രി ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചേട്ടൻ എങ്ങനെ മാറി ഓപ്പോസിറ്റ് ആയിരുന്നു. വേറെ നമുക്ക് കൂട്ടിരിക്കാൻ ആളില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ ആശുപത്രി കയറുമ്പോഴാണ് ചേട്ടൻ വെളിയിറങ്ങുന്നത്. ഞാൻ അമ്മയ്ക്ക് MRI സ്കാൻ എടുക്കാൻ ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ്, ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ പോകാനായിട്ട് ഞാൻ ആശുപത്രി ചെന്ന ഉടനെ ഞാൻ ചേട്ടനോട് പറയാൻ OP ബുക്കുമായിട്ട് ഞാൻ വന്നോ, എന്നിട്ട് നിങ്ങൾ പൊക്കോ, ഞാൻ സ്കാനിങ് ചെയ്തിട്ട് സ്കാനിങ്ങിന്റെ ഫോർമാലിറ്റീസ് ചെയ്ത് തിരിച്ചു പൊക്കോളാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ ചേട്ടനോട് പറയണ പാസ് ആ ബുക്കിനകത്ത് തന്നെ വെച്ചേക്കണോന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്റെ കയ്യിൽ സെക്യൂരിറ്റിയുടെ ഫ്രണ്ടിൽ വെച്ച്, ഒളിച്ചും പാത്തും ജനലിൽ കൂടെ അല്ല, സെക്യൂരിറ്റിയുടെ ഫ്രണ്ടിൽ വെച്ച് ബുക്ക് എന്റെ തന്നപ്പോൾ ഉടനെ ആ സെക്യൂരിറ്റി എന്റെ കയ്യിൽ നിന്ന് ബുക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് ബുക്ക് തുറന്നപ്പോൾ അതിനകത്ത് പാസ്ബുക്ക് ഇരിക്കുന്നു. എന്റെ പാസിനെ എടുത്ത് കൊണ്ടുവന്ന് മറ്റേ അവരുടെ ഏതോ റോയ്ക്കകത്ത് വെച്ച് പൂട്ടി. ഞാൻ ചോദിച്ചാൽ അത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറയുവാണ് അത് ഇല്ലീഗലായിട്ട് പാസ് കടത്താൻ ശ്രമിച്ചു എന്ന്. ഒരു വാക്ക്, നിങ്ങൾ എന്തിനീ ബുക്കിനകത്ത് പാസ് വെച്ചു എന്ന് ചോദിക്കാനുള്ള മാനേഴ്സ് പോലും ഇല്ലാണ്ട് കൊണ്ടുവന്ന് പാസ് വെച്ചിട്ട് 24 hours പാസ് ബാൻ ചെയ്തു. ഞാൻ അവിടുത്തെ സീനിയർ ഓഫീസറോട് സംസാരിച്ചപ്പോൾ ആള് പറയുവാണ്, അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല, അത് നിയമമാണ് മാഡം, നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന്. അതായത് ഒരു എക്സ്ക്യൂസോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോ പറയാണ്ട് ആ പാസിനെ വാങ്ങിച്ചു വെച്ചിട്ട് അവർ പറയണ നിയമമാണെന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ വെളിയിൽ ഇറങ്ങി, എങ്ങനെ ഞാൻ തിരിച്ചു കയറും? എന്റെ അവിടെ ഇരിക്കുന്ന ബൈസ്റ്റാൻഡർ ഇല്ലാത്തൊരു പേഷ്യന്റിനെ ഇവര് നോക്കുവോ? ഉത്തരവാദിത്വം ഇവരെ ഏറ്റെടുക്കുവോ? അപ്പോ പല കാര്യങ്ങളും പ്രതികരിക്കാൻ നിന്നാൽ നമുക്ക് ഒരുപാടുണ്ട്. നിയമമൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, സാധാരണക്കാരാണെന്ന് മാത്രം. ഒത്തിരി അത്യാവശ്യം ഹോൾഡുള്ള ഒരാളാണ് പോയിരുന്നെങ്കിൽ അവരെന്തോ ഈ പറയുന്ന നിയമങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുവോ? ഇല്ല. ഇവിടെ സാധാരണക്കാർക്കാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മാമൻ ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, എത്രയോ ആശുപത്രികളിൽ പോയിട്ടായിരിക്കും ലാസ്റ്റ് മൊമെന്റിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. എന്തുമാത്രം സ്ട്രഗിൾ അനുഭവിച്ചിട്ടായിരിക്കും ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നത്. ആ മനുഷ്യനല്ല, ഓരോ വ്യക്തികളും. കാര്യം മറ്റ് ആശുപത്രികൾ റെഫർ ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിൽ പോയി നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ മെഡിക്കൽ കോളേജിൽ വരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജ് മറ്റേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ വരുന്നവരാണ് എന്നൊരു ധാരണ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വന്നുപോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരല്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പല പല ടെസ്റ്റുകളും എഴുതിയാണ് ഗവൺമെന്റ് പൊസിഷനിൽ ഒരു വ്യക്തി എത്തുന്നത്. അതുകൊണ്ട് അവർക്ക് പലതും അറിയാം, അവർക്ക് അത്യാവശ്യം നോളജ് ഉണ്ട്, അവരുടെ അടുത്ത് നമ്മൾ സേഫ് ആണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഗവൺമെന്റ് സ്ഥാപനത്തെ സമീപിക്കുന്നത്. നമുക്ക് പ്രൈവറ്റ് പോകാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പോകാൻ പറ്റാത്തവരോ അല്ല മിക്കവരും അവിടെ എത്തുന്നത്. കാരണം ഗവൺമെന്റ് ഡോക്ടർമാരോട് ഒരു
വിശ്വാസം, അവരുടെ കൈകളിൽ നമ്മുടെ ജീവൻ ഭദ്രമാണെന്നൊരു വിശ്വാസം കൊണ്ടാണ് മോസ്റ്റ് ആൾക്കാരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇത്രയും നാൾ ജനങ്ങൾ പ്രതികരിക്കുമെന്നൊരു പേടിയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല. ജനങ്ങൾ പ്രതികരിച്ചിട്ട് അവരെ പാട്ടിന് പോകും, നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ തന്നെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു സ്റ്റേണായി. ഇത് ആരുടെ കഴിവുകേടാണ്, ആരുടെ പിടിപ്പുകേടാണ്, ആരോടാണ് നമ്മളിത് സംസാരിക്കേണ്ടത്? നമുക്ക് വരുന്ന ഓരോ ഇഷ്യൂസും ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് സ്ഥാപനത്തെ അല്ല ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അനുഭവം, നമുക്ക് കിട്ടുന്ന അനുഭവം എവിടെ നിന്നാണ് അവിടെയും നമുക്ക് പറയാൻ പറ്റൂ. ഓൾറൗണ്ട് ആയിട്ട് പറയുവാണ്. എത്രത്തോളം അലിഗേഷൻസ് കേൾക്കുന്ന, ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഒന്നോ രണ്ടോ ദിവസം ഒരു ഫുഡ് പോയിസൺ വരുന്നു പറയുമ്പോൾ 2 ദിവസം ആ ഹോട്ടൽ പരിശോധിക്കുക പരിസരത്തുള്ള. അത് കഴിയുമ്പോൾ ആര് പോകുന്നു? ഒരു ആക്സിഡന്റ് പറ്റുമെന്ന് പറയുമ്പോൾ 2 ആഴ്ച MVD, അല്ലെങ്കിൽ 2 ദിവസമോ പോട്ടെ 2 ആഴ്ച MVD റൗണ്ട് അപ്പ് ചെയ്യും. അത് കഴിയുമ്പോൾ ആരും നോക്കുന്നു? ഞാൻ സത്യമായിട്ടും ആർക്കും എഗെയിൻസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നതല്ല. നമ്മളിവിടെ മൊത്തത്തിൽ മാറേണ്ട സമയം കഴിഞ്ഞു. എല്ലാവർക്കും ഇപ്പൊ ഇവർക്കൊക്കെ ഒരു യൂണിയൻ ഉണ്ട്, അവർക്കൊരു കോൺഫിഡന്റ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ വേണോ പ്രതികരിച്ചു, എന്നെ കവർ ചെയ്ത ഒരു യൂണിയൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ യൂണിയൻ അവരെ കവർ ചെയ്യും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ്. ഇപ്പൊ ഡോക്ടേഴ്സിന് യൂണിയൻ ഉണ്ട്, നഴ്സസിന് യൂണിയൻ ഉണ്ട്, ഇവരെ പോലെ സ്റ്റാഫുകൾക്ക് യൂണിയൻ ഉണ്ട്. സാധാരണക്കാർക്ക് എവിടെയാണ് യൂണിയൻ? എന്തെങ്കിലും ഒരു യൂണിയൻ ഉണ്ടോ? സാധാരണക്കാരൻ ഒരറ്റത്തുനിന്ന് അലച്ചിട്ട് അവന്റെ പാട്ടിന് പോവുക, പിന്നെ കുറച്ച് കയ്യൂക്കും ആൾബലം ഉള്ളവരാണെങ്കിൽ എടുത്തിട്ട് അവരെ ചവിട്ടി കൂട്ടും അല്ലെ? ഈ എത്രയോ സെക്യൂരിറ്റിമാര് ഈ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് അടികൾ ഉണ്ടാവുന്നു. നേരെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നേരെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും സാധാരണക്കാരനെ. സെക്യൂരിറ്റി അവിടെ ഉണ്ടാവും സേഫ് ആയിട്ട്. എന്നിട്ടോ അടിക്കുന്നവൻ അതിനെ കേസുവാക്കും. ആ പാവം എത്രയോ കഷ്ടപ്പെട്ട് ഒന്ന് വെളിയിൽ നിൽക്കുന്നവർക്ക് ആ വേദന അറിയാവുള്ളൂ. ഇവർക്കൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് നേഴ്സ് വിളിച്ചിട്ട് പറയും ഇന്ന ആൾക്ക് ഇന്നടുത്ത് പോകണം, അന്ന ആൾക്ക് എന്നടുത്ത് പോകണം. ഒരു ബൈസ്റ്റാൻഡറും ഉണ്ടാവും. അപ്പൊ പുറത്ത് നിൽക്കുന്ന ആളുടെ വേദന അവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ വെറുതെയാണ് ഈ അലക്കുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ യൂണിയനെ പറഞ്ഞോണ്ട് ഇപ്പൊ കുറെ നേതാക്കളൊന്നും ഇപ്പൊ എന്നെ ചീത്ത പറയുന്നുണ്ടാവും. നീ ആര് പറയാ, അല്ലെങ്കിൽ നിനക്ക് എന്ത് പറയാനും. ഞാൻ സത്യമായിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. നിങ്ങൾ സാധാരണക്കാരായിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ പോകണം, ഈ പറയുന്ന സ്ഥലത്ത് പോകണം. സാധാരണക്കാരനായിട്ട് വിളിച്ചു പറയാനോ അല്ലെങ്കിൽ ഒരു പരിചയമോ ഇല്ലാതെ സാധാരണക്കാരനായിട്ട് പോകണം. അപ്പോഴേ നിങ്ങൾക്കൊക്കെ ആ വേദന മനസ്സിലാവുള്ളൂ. അവിടെ പോയി ഇരിക്കണം, ഇരുന്ന് സമയം എടുത്ത് പരിചയമുള്ളവർ കയറിപ്പോയി അങ്ങനെയൊക്കെ പോണേക്കെ കാണുമ്പോഴേ നമുക്ക് സങ്കടം വരുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ അച്ഛൻ അത് കണ്ടപ്പോൾ അച്ഛൻ്റെ ആ പ്രതികരിച്ചിട്ട് അച്ഛൻ പോയി ക്യൂ ഏറ്റവും പുറകിൽ നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു. ആദ്യമേ ഒരു വാക്ക് ആ മനുഷ്യനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇപ്പുറത്ത് നിന്ന് ഈ ഇത്രയും ആൾക്കാർക്ക് മുന്നിൽ നിന്ന് വാങ്ങിയിട്ട് പോയാനായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സാധാരണക്കാർക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ല. സാധാരണക്കാർ ഒരു അറ്റത്തിൽ നിന്ന് പ്രതികരിക്കുക, നിങ്ങൾ തളരുമ്പോൾ പൊക്കോളുക, നമ്മൾ ഇങ്ങനെ ആകുള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡപ്പ്. അത് ഇപ്പോഴാണ് ഇങ്ങനെ, നേരത്തെ ഒന്നും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. നമുക്കിപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അത് മരുന്ന് കൊടുക്കുന്ന സ്ഥലമല്ലേ, അവിടെ ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ അവരിക്കണം, ഒരുപാട് സൂക്ഷ്മത വേണം എന്നൊക്കെ ഒരു സ്വാഭാവികമായിട്ട് സംശയം വരാം. സംശയമില്ല, കറക്റ്റ് തന്നെയാണ്. മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ്, സൂക്ഷ്മതയോടെ തന്നെ കൊടുക്കണം. മരുന്നാണ്, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജീവന് തന്നെ ആപത്താണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പം ഇതേ മരുന്ന് കൊടുക്കുന്ന ഇതേ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ അവിടെ എന്ത് പ്ലസന്റോട് കൂടിയാണ് നമ്മളെ ഫേസ് ചെയ്യുന്നത്? ചിരിച്ച മുഖത്തോടു കൂടി സാർ മാഡം, അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിലും സാർ മാഡം എന്നൊക്കെ വിളിച്ച് എന്ത് വേണമെന്നൊക്കെ ചോദിച്ച് എന്താ നല്ല അടിപൊളിയായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ചോദിക്കാൻ മാനേജ്മെന്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ആ സ്റ്റാഫിനെതിരെ നമ്മൾ ഉന്നയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് മാനേജ്മെന്റ് ചോദ്യം ചെയ്യും. ഇവിടെ ആര് ചോദ്യം ചെയ്യാൻ അല്ലേ? എന്തും ആവാം എന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഇത്രയും പറഞ്ഞു എന്ന് കരുതിയിട്ട് എല്ലാ ഗവൺമെന്റ് സ്റ്റാഫുകളെയും അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള മറ്റ് എല്ലാ സ്റ്റാഫുകളെയും അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ ഒരുപാട് പേരെ പരിചയമുണ്ട്. നല്ല സ്നേഹത്തോടെ ഓടി വന്ന് സംസാരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ്, അതായത് സാധാരണക്കാരോടുകൂടി അല്പം കൂടി ബഹുമാനത്തോടെയും ഇത്തിരി സഹാനുഭൂതിയോടും മെഡിക്കൽ കോളേജ് ആശുപത്രിയാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം വേണം. അവിടെ വരുന്നവരോട് കുറച്ച് അനുകമ്പയോടുകൂടി സംസാരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്റ്റാഫുകളും ഒരുപോലെ എന്നല്ല, നല്ല സ്റ്റാഫുകളുണ്ട്, നല്ല കോർഡിനേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് അവിടെ. വേറൊരു കാര്യം കൂടി, ഇത് ഏതെങ്കിലും പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടിയെയോ ഭരണാധികാരികളെയോ ഉദ്ദേശിച്ചല്ല പറഞ്ഞേക്കുന്നത്. ഇത് എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സാധാരണക്കാർക്ക് വേണ്ടി ആരെങ്കിലും പറയണമല്ലോ എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഞാൻ പറഞ്ഞതാണ്. ആരും ദയവേദിയതില് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ പേര് അങ്ങനെ ഒന്നും പറഞ്ഞു കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നാലൊന്നും ഞാൻ ഒന്നും സംസാരിക്കാൻ പോണില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണക്കാർക്ക് ഇവിടെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇതിൽ ഒരുപാട് കമന്റ് വരും, ഞാനും ഇത് അനുഭവിച്ചവരാണ് എന്ന് പറഞ്ഞ് എത്രയോ പേര് വരും, എത്രയോ പേര് ഇത് ഷെയർ ചെയ്യും. എനിക്കറിയാം. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് നാളെ രാവിലെ തൊട്ട് എല്ലാവരും മാറും എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ, എന്തായാലും ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇതിൽ ആരുടെങ്കിലും ഒരാളുടെ കണ്ണുകളിൽ എത്തിയാൽ ഉറപ്പായും നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യാം എന്ന് അവർ ചിന്തിച്ചാൽ
അത് നമുക്ക് ജനങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും ഒക്കെ മാറട്ടെ എന്ന്. ചിരിക്കാൻ, നമുക്ക് ചിരിക്കുന്നതിന് ചിലവൊന്നുമില്ലല്ലോ. ഒരു ചെറിയ ചിരി, എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാം എന്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. നമ്മൾ ചിരിക്കാൻ, എന്നെ പോലെ എല്ലാവരും ആവണമെന്നില്ല, പക്ഷെ ഞാൻ പറയുന്നത് ചിരിക്കാൻ ശ്രമിക്കുക. ഒരു വലിയ വേദനയിൽ നിൽക്കുമ്പോൾ ഒരു പ്ലസന്റ് ചിരി മതി. നമുക്ക് ഭയങ്കര സ്മൈലി, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ്, ആത്മവിശ്വാസം, നമ്മളെ വിഷമമൊക്കെ മാറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് സത്യമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരു ചിരിയോ, നമ്മൾ പല വേദനയോട് കൂടിയായിരിക്കും പലരുടെയും മുമ്പേ നമ്മൾ സമീപിക്കുന്നത്. അപ്പൊ ഒരു ചിരിച്ച സ്മൈലി ഫേസ്, ആ ഫേസ് മതി നമുക്ക് നമ്മുടെ വേദനകളും വിഷമങ്ങളും നമുക്കൊരു കോൺഫിഡൻസും ഒക്കെ കിട്ടാൻ. സോ പറഞ്ഞു വരുന്നത്, ഇനിയെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, അവരിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അനുഭവങ്ങൾ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഒന്ന് ചോദിച്ചാൽ മറുപടി പറയാനുള്ള മനസ്സ്, വേറൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്, ഒരു ചോദ്യമല്ലേ, അതിനൊരു ഉത്തരം കൊടുക്കുക. അത് ഒരു ചിരിച്ച മുഖത്തോടെ ആണെങ്കിൽ അത്രയും നല്ലത്. ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടൂല, മര്യാദയ്ക്ക് മറുപടി പറയാൻ പറ്റുക, അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതിൽ ആരെങ്കിലും വ്യക്തിപരമായിട്ട് വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ആർക്കെങ്കിലും മാറ്റങ്ങൾ വരട്ടെ എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി.